പെരുമഴയത്ത് നല്ല ചൂട് സൂപ്പ് കുടിച്ചാൽ അടിപൊളിയായിരിക്കും അല്ലേ? ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് സൂപ്പ് ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഒരു ബേസിക് എഗ് ഡ്രോപ്പ് സൂപ്പുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നോക്കാം എങ്ങനെ ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കണം. നമുക്കിതിനി മാറ്റി വെച്ച് സൂപ്പ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. സൂപ്പിന് ഞാനിവിടെ 1 ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇടുന്നുണ്ട്. 1/2 കപ്പ് സവാള ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് ഫ്രഞ്ച് ബീൻസ് ആണ് അത് ചോപ്പ് ചെയ്തത്. ഒന്ന് ബോയിൽ ചെയ്ത സ്വീറ്റ് കോൺ ആണ്, അതും ഒരു 1/2 കപ്പ്. ഒപ്പം ഇത് ഗ്രീൻ പീസ്. ഇനി കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഒപ്പം ഒരു 2 വെളുത്തുള്ളി അല്ലി ചോപ്പ് ചെയ്ത്, ഇതും കൂടി ഇട്ട് നല്ലപോലെ ഒന്നുകൂടി മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടി ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇത് ചിക്കൻ ക്യൂബാണ്, 1 ക്യൂബ് ചിക്കൻ ബ്രോത്ത് ക്യൂബും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ചിക്കൻ ക്യൂബിൻ്റെ ആ ഫ്ലേവറും കൂടി ഒന്ന് ഇറങ്ങുന്നിടം വരെ നമുക്കൊന്നുകൂടി മൂടി വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. സൂപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ആണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി സൂപ്പിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ സൂപ്പ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുട്ട കുറച്ച് വീതം ഒഴിക്കണം. അത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. എഗ് ഡ്രോപ്പ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി സെർവ് ചെയ്യാം. നമ്മളുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബട്ടർ ടോസ്റ്റഡ് ബ്രെഡും കൂടെ വെച്ച് ഇങ്ങനെ തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.